Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത മോണോക്രോം പ്രിന്ററായ എപ്സൺ M2110 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് പ്രിന്ററിൻ്റെ കൂടെ കിട്ടിയ സോഫ്റ്റ്വെയർ CD വരുന്നത്. അപ്പോൾ നമ്മളത് കമ്പ്യൂട്ടറിലെ ഡ്രൈവിൽ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി അതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത CD ഡിറ്റക്റ്റ് ചെയ്തോ എന്നുള്ളത് നോക്കാം. യെസ്, ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ പോയിട്ട് മൗസ് പോയിൻ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എപ്സൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നുണ്ട്. അതായത് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ലൈസൻസ് അഗ്രിമെൻ്റ് ആണ്, അത് അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. യെസ് കൊടുക്കുക. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചോദിക്കും. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയം നമ്മൾ USB കേബിൾ കമ്പ്യൂട്ടറുമായിട്ടും പ്രിൻ്ററുമായിട്ടും കണക്ട് ചെയ്യരുത്. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് പറയും അത് കണക്ട് ചെയ്യാൻ. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അത് റിമൂവ് ചെയ്ത് വെക്കുക. ഈ CD-യിൽ ഡ്രൈവർ സോഫ്റ്റ്വെയറും അതേപോലെ ഇപ്പോൾ സ്കാനർ ഡ്രൈവറുമാണ് ഇൻസ്റ്റാൾ ചെയ്ത്. രണ്ടും ഈ CD പാക്കേജിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സ്കാനറിനായിട്ട് വേറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ CD-യിൽ തന്നെ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. USB കേബിൾ വഴിയാണ് അതോ LAN വഴിയാണ്? അത് ഇതിന് നെറ്റ്വർക്ക് പോർട്ട് ഉണ്ട്, എതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് കേബിളാണോ കണക്ട് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് USB കേബിൾ വഴിയാണ്. നിങ്ങൾക്ക് ഇനി നെറ്റ്വർക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യേണ്ടി എന്നുള്ള പ്രൊസീജിയർ അതിൽ പറയുന്നുണ്ട്. അത് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ മോഡലിന് വൈഫൈ ഇല്ല, അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് USB കണക്ഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ USB കണക്റ്റ് വയ്യ USB കേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള USB കേബിൾ നമ്മൾ ഒരു ഭാഗം കമ്പ്യൂട്ടറിലും മറു സൈഡ് ഇതേപോലെ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലായിട്ട് ഇതേപോലെ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ മെസ്സേജ് കാണിച്ചിട്ടുണ്ട് തമ്മിൽ കണക്റ്റഡ് ആയി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫുൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സ്കാനർ യൂട്ടിലിറ്റി മാനുവൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാം കംപ്ലീറ്റ് ആണ്. സ്കാനർ സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്കതൊന്നും വേണ്ട, എല്ലാ ടിക്കും ഒഴിവാക്കുക. കാരണം എല്ലാ ഡ്രൈവർ സോഫ്റ്റ്വെയറും സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ മറ്റേതൊക്കെ നമ്മൾ വെറുതെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കുറക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാ ടിക്കും റിമൂവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ പ്രിൻ്റ് ടെസ്റ്റ് പേജ് ചെയ്യണമെന്നുള്ളത് ചോദിക്കും. വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫിനിഷ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് CD റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് കൊടുത്തതാണ് നേരത്തെ. അപ്പോൾ ഇതായി ടെസ്റ്റ് പേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടാണ് ആ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. യെസ്, ഓക്കെ, പേപ്പർ പിക്ക് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ വർക്ക് ചെയ്യുന്നുണ്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ജസ്റ്റ് നമുക്ക് വെച്ചൊരു മാറ്റർ, നമ്മൾ അതിൽ സ്കാനറിലൊരു മാറ്റർ വെച്ചിട്ടുണ്ട്. നമുക്ക് റെസൊല്യൂഷൻ ഏതാ വേണ്ടത് എന്നുള്ള സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. നിങ്ങളിഷ്ടം പോലെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ പേജസ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡും ഓർ ആ ടിക്ക് ഇടുക.
ആഡ് ഓർ എഡിറ്റ് പേജസ് ആഫ്റ്റർ സ്കാനിങ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ അടുത്ത സ്കാനിങ് ചോദിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പേജ് സ്കാനറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഫയൽ തന്നെ 1, 2 അങ്ങനെ പേജായിട്ട് ഇങ്ങനെ സേവ് ആവും. പിന്നെ താഴെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടത് എന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്ത് പേരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതുണ്ട്. പിന്നെ എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അതാണ് ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. എന്നിട്ട് നമുക്ക് പ്രിവ്യൂ സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ കാണാനും ചെറുതായിട്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കണ്ടില്ലേ പ്രിവ്യൂ എന്ന ഓപ്ഷൻ. പക്ഷേ ഈ പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല കേട്ടോ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കാനറിൽ സെലക്ട് ചെയ്യുന്ന വേണം, ക്ലിക്ക് ചെയ്യുന്ന വേണം. യെസ്, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനും നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എററില്ലാതെ ഇപ്പോൾ നമ്മൾ ആ പ്രിവ്യൂ കാണുന്നത്. മൗസ് പോയിന്റർ ഈ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്ലസ് എന്നുള്ള ചിഹ്നമാവും. അതായത് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷന് ഇതിലുണ്ട്. അത്രയും ഇങ്ങനെ സെലക്ട് ചെയ്ത് കണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സേവ് ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തെല്ലാം കറക്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.